ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം. ഇന്നിപ്പോൾ ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അവിടെ എന്താ പറയുക, പ്രത്യക്ഷമായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ എണീറ്റപ്പോൾ 2 കക്ഷികൾ വന്നിട്ട് അവിടെ നിന്ന് കൊത്തിപ്പറക്കണം. ആദ്യമായിട്ടാണ് വന്നത്. ഇതുവരെ മുന്നേ വന്നിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗോതമ്പ് കുറച്ചുള്ളത് ഇട്ട് കൊടുത്തു. പിന്നെ ഉണ്ടോളൂ പടകളെല്ലാം കൂടി വരുന്നു കേട്ടോ. നല്ല ഭംഗി കേട്ടോ. 6-7 അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു. ഇവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ തീറ്റിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോയി കൂടെയുള്ളവരെയും കൂടി കൂട്ടിയതാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരു നേരത്തെ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അമ്പലപ്രാവാണ് തോന്നുന്നു കേട്ടോ. അടുത്ത ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വളർത്തണല്ല. അവർ ഇപ്പോൾ ഡെയിലി ഉച്ച കഴിഞ്ഞാലും കാലത്തും 6:30 ആകുമ്പോഴേക്ക് കാലത്ത് ഇവിടെ എത്തും. 6:15 ആകുമ്പോഴേക്ക് രാവിലെ ഇവിടെ വരും. ഉച്ച കഴിഞ്ഞാൽ അതേപടി ആൾക്കാർ ഇവിടെ എത്തും കേട്ടോ. പിന്നെ ഏട്ടൻ കാലത്ത് പിന്നെ ഞാൻ ചപ്പാത്തി കുഴച്ച് കൊടുത്ത് ഏട്ടൻ പരത്തരും, അടിപൊളിയായി പരത്തി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഏട്ടൻ പരത്തും, ഏട്ടൻ ഓരോന്നും പരത്തി തരും, ഞാൻ ചുട്ടെടുക്കും. പിന്നെ കറി അപ്പോഴേക്ക് വെച്ചും വെക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കാരണം എന്തായാലും ഹെൽപ്പ് ചെയ്യും ഏട്ടൻ. വീട്ടിൽ ഒരു കൈയൊക്കെ നോക്കട്ടെ. അത് കാരണം ഒരു ആശ്വാസമുണ്ട്. നമുക്കെല്ലാം ഓടിയെത്താൻ കഴിയില്ല ഏട്ടോ. ഇപ്പോൾ രാവിലെ 7:30 പോണു പറയുമ്പോഴേക്കും അപ്പോഴേക്കും നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ആവില്ലല്ലോ. അത് കാരണം കേട്ടോ സഹായിക്കണത്. അപ്പം ഈ ഇടയിലാട്ടോ ഈ സംഭവം ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ട്, ചിറകിൻ്റെ സൗണ്ട് കേട്ടിട്ട് പോയിട്ട് നോക്കിയത്. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുവരെ കക്ഷികൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നിറയെ തെച്ചിപ്പ്, 2-3 തരം തെച്ചിപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു റെഡ് തന്നെ, ഒരു ഓറഞ്ച് കളർ, നല്ല ഡാർക്ക് കളർ, ഒരു ഓറഞ്ച് കളർ, ആ ഒരു മോഡൽ. ഇപ്പുറത്തുള്ളത് നല്ല കരിന്തെച്ചി എന്നൊക്കെ പറയും. നല്ല അടിപൊളി എന്താ പറയുക, നല്ല ഡാർക്ക് തെച്ചിയിട്ട, കൃഷ്ണ തെച്ചിന്നോ അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനത്തെ തെച്ചിയിട്ട. നിറയെ പൂക്കളുണ്ട്. മഴക്കാലമായിട്ടാണ് തോന്നുന്നു കേട്ടോ. ഒത്തിരി ഉണ്ട് പൂവ്. പിന്നെയുള്ളത് നമ്മൾ ആദ്യം വെച്ചില്ലേ ഒരു തക്കാളി തൈ, നമുക്ക് ഓർമ്മയുണ്ടോ ഈ കൃഷിഭവനിൽ നിന്ന് മേടിച്ചത്? അതിന്ന് ഒത്തിരി കായകളൊക്കെ ഉണ്ട് കേട്ടോ. നേരെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ തക്കാളീൻ്റെ വിലയ്ക്ക് അതൊരു ആശ്വാസമാണ്. ഈ പൂവ് മഴയത്ത് തന്നെ വന്നതാട്ടോ. അതെന്താണെന്ന് അറിയാമോ? എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ ആദ്യമായി കാണണം ഇവിടെ വന്നിട്ട്. അതിൻ്റെ പേരോ എന്താണെന്നൊന്നും അറിയില്ല. ഒരു തണ്ടിൽ കൊലകൊലയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പൂവാട്ടോ. കാണാൻ നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഇതായി. ഒരു വെള്ളയും ഒരു വയലറ്റ് അങ്ങനെ ഒരു കളറാട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതെന്തായാലും ഒരു കൊലയിൽ ഒരു 7-8 നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടു ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇപ്പം വേറെ നമ്മുടെ ഈ കോളാമ്പി പോലെയൊക്കെ ഉണ്ടാവില്ലേ, കാട്ടുപൂ, അങ്ങനെയുള്ളൊരു പൂ പോലെയാണ് തോന്നുന്നു കേട്ടോ. എന്നാലും നല്ല ഭംഗിയാട്ടോ. അത് കാരണം കാണിച്ചു എന്ന് മാത്രം. അത് നമ്മുടെ തെച്ചി ഞാൻ പറഞ്ഞല്ലോ അത്. അപ്പോൾ കുഞ്ഞുണ്ണി അതിൽ തൊട്ട് തലോടുന്നൊക്കെ ഉണ്ട്. വലിക്കൊന്നും ഇല്ല കേട്ടോ. മണം നോക്കും, എന്താ പറയുക, ഉമ്മ വയ്ക്കും, അങ്ങനെയൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളെ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെ അനുഗ്രഹവും വേണം കേട്ടോ. ഞങ്ങൾ കുഞ്ഞു വീഡിയോ ഇടുകയാണെങ്കിൽ കൂടി അത് ഇത്തിരി നേരമാണെങ്കിൽ, അല്ലെങ്കിൽ 1 മിനിറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ആണെങ്കിലും കാണാനുള്ള അതിനൊരു ഇതില്ലേ, അതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നമ്മളവിടെ തെച്ചിപ്പുള്ളായിരുന്നു. നമ്മൾ ഭഗവാൻ നമ്മളെന്തായാലും ഞാൻ തെച്ചിയും തുളസിയായിട്ടൊന്ന് കെട്ടി വയ്ക്കും. വൈകിട്ടാണ് കേട്ടോ. അത് വൈകിട്ട് വലിച്ചിട്ട് കെട്ടി വെച്ചിട്ട് രാവിലെ വിളക്ക് വയ്ക്കുമ്പോൾ ചാർത്തണം ചെയ്യുക. കാരണം കൃഷ്ണ ഭഗവാൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു തുളസിയുടെ ഒരു ഇലയുണ്ടെങ്കിൽ അത് മതി കേട്ടോ. അല്ലാണ്ട് ഇന്നത് ഞാൻ ഉള്ളത് കാരണം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരിയൊന്നും ഭഗവാന് വേണ്ട. കുഞ്ഞത് ഒരു തുളസി മതി, അല്ലാണ്ട് കൂടുതലൊന്നും വേണ്ട. ഒന്നാമത് വൈശാഖ മാസമാണ്. ഭഗവാന്റെ എന്താ പറയുക, നല്ല കാര്യങ്ങൾ എന്താ പറയുക, ഒത്തിരി വർഷത്തിലൊരിക്കൽ മാത്രമുള്ളൊരു വൈശാഖ മാസം. അതിൽ വ്രതം എടുക്കുക 1 മാസത്തോളം ഉണ്ട്. ഇതിപ്പം കഴിയാറായി. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരുടെ അനുഗ്രഹവും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാടൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പം പൂ കെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തെച്ചിയും കൂടുതൽ
കെട്ടിയിട്ട് തുളസീൻ്റെ ഒരു ഇതും കൂടി വയ്ക്കും കേട്ടോ. പ്ലെയിൻ മാല ഒരിക്കലും ഏത് ഭഗവാനും ചാർത്താൻ പാടില്ല. ചാർത്തുകയാണെങ്കിൽ ഒരു തുളസിയുടെ ആണെങ്കിലും വെക്കണം എന്നത് ഉണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയൊരു അറിവാണ്. കാരണം ദേവിക്കാണെങ്കിലും ദേവനാണെങ്കിലും ഇപ്പം അരളിയൊക്കെ നിരോധിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ വരെ നമ്മുടെ നാടൻ പൂക്കൾ ഉപയോഗിക്കുക. ക്ഷേത്രങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഒത്തിരി നമ്മുടെ തെച്ചി, ചെമ്പരത്തി അങ്ങനെയുണ്ടല്ലോ, കിട്ടുന്നത് ഉപയോഗിക്കുക. അരളിയൊക്കെ വിഷാംശമാണെന്ന് എല്ലാവിടെയും മഴയും ഇടിയും ഉരുളുപൊട്ടലൊക്കെ ആണെന്നറിയാം. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തണല്ല, പ്രകൃതി ഓരോ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക, എല്ലാവരും സേഫായിരിക്കുക കേട്ടോ. ഇവിടെയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിയിലൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രത കേട്ടോ.